എൻ്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്ത പ്രഭുവിൻ്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ച ഒരു കാര്യമാണ്. വോളിയം 1 അതിൽ രേവതി നന്ദൻ ദാസ് എന്ന് പറഞ്ഞൊരു ഡിവോട്ടിയും പ്രഭുപാദം തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷനാണ് അതിനകത്ത് പറയുന്നത്. ഇപ്പോൾ രേവതി നന്ദൻ പ്രഭു പറയുന്ന അദ്ദേഹം ഒരു വട്ടം ഇൻഡോറിലായിരുന്ന സമയത്ത്, മധ്യപ്രദേശ് ഇൻഡോറിലായിരുന്ന സമയത്ത് ഒരു ലയൺസ് ക്ലബ്ബിൽ നിന്ന് പ്രഭുപാദിനെ ഒരു കൃഷ്ണ കോൺഷ്യസിനെ കുറിച്ച് പറയാനായിട്ട് ക്ഷണിച്ചു. അപ്പോൾ ആ ലയൺസ് ക്ലബ്ബിൽ കൂടുതലും പൊളിറ്റീഷ്യൻസും ബിസിനസ് ആൾക്കാരുമാണുള്ളത്. അപ്പോൾ പോകുന്ന സമയം എത്തിയപ്പോഴത്തേന് പ്രഭുപാദ് പറഞ്ഞു, ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. നീ പോയി ക്ലാസ് കൊടുക്കാനായിട്ട് പറഞ്ഞു കൃഷ്ണ കോൺഷ്യസിനെ കുറിച്ച്. രേവതിനന്ദൻ പ്രഭുവിനോട് പ്രഭുപാദ് പറഞ്ഞു. അപ്പം അദ്ദേഹം ചോദിച്ചു, ഞാൻ എന്ത് പറയാനാണ്, ഞാൻ അവിടെ പോയി എന്ത് പറയാനാണ് എന്ന് പറഞ്ഞു. അപ്പം പ്രഭുപാദ് പറഞ്ഞു, ഇങ്ങനെ പറയണം, നമ്മൾ ഹിന്ദു ധർമ്മം പ്രചരിപ്പിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് ഡൊണേഷൻ തരണം എന്നുള്ള രീതിയിൽ സംസാരിക്കാനായിട്ട് പറഞ്ഞു. എന്നിട്ട് പ്രഭുപാദ് കണ്ടിന്യൂ ചെയ്ത് പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ബിസിനസ്മാനും പൊളിറ്റീഷ്യൻസൊക്കെ ദേ ആർ ലൈക്ക് സ്നേക്സ് എന്നാണ് പറഞ്ഞത്, പാമ്പുകളെ പോലെയാണ് എന്നാണ് പറഞ്ഞത്. പാമ്പുകളുടെ ഒരു നേച്ചർ എന്ന് വെച്ചാൽ ഭയങ്കര സെൽഫിഷാണ്. അവർ വേറൊരാളെയും കൂട്ടി ഒരുമിച്ച് നടക്കത്തില്ല, എപ്പോഴും സ്വന്തം കാര്യം മാത്രമാണ് അവർ നോക്കുന്നത്. അപ്പം അങ്ങനത്തെ ഉള്ള ആൾക്കാരാണ്. അതിൻ്റെ ഏറ്റവും ആ പാമ്പുകളെ ചാം ചെയ്യാനുള്ള രീതി എന്ന് വെച്ചാൽ മന്ത്രമാണ്. അതുകൊണ്ട് വലിയൊരു കീർത്തനം നീ ആദ്യമേ ചെയ്യണം. കീർത്തനം ചെയ്തതിന് ശേഷം, ഇപ്പോൾ കീർത്തനം ചെയ്ത് കഴിയുമ്പോഴത്തേന് അവര് ചാംഡാവും. അവർ ചാംഡാവെന്ന് വെച്ചാൽ അവര് നമ്മൾ പറയുന്ന കുറച്ചു നേരം കേൾക്കും. ആർഗ്യൂ എന്തായാലും ചെയ്യും, പക്ഷെ അത് ഒരു കുറച്ചു നേരമെങ്കിലും അവർ ആർഗ്യൂ ചെയ്യാതെ കേൾക്കും എന്നിങ്ങനെ പ്രഭുപാദ് പറഞ്ഞു. എന്നിട്ട് നമ്മൾ അവരോട് ഡൊണേഷൻ സംസാരിച്ചതിന് ശേഷം ഡൊണേഷനും ചോദിക്കാം എന്നുള്ള രീതിയിൽ പ്രഭുപാദ് പറഞ്ഞു. അതിൽ പ്രഭുപാദ് രേവതിനന്ദൻ പ്രഭു പറയുന്നത് എങ്ങനെയാണ് ഭൗതികവാദികളോട് ഇടപഴകേണ്ടതെന്ന് പ്രഭുപാദ് അവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്തതെന്നാണ് പറയുന്നത്. ഭൗതികവാദികളുടെ ഒരു നേച്ചർ എന്ന് വെച്ചാൽ അവർ തിരിച്ച് തർക്കിക്കും, കേൾക്കാനായിട്ടുള്ളൊരു ഇതില്ല. അതാണ് അവരുടെ നേച്ചർ എന്ന് പ്രഭുപാദ് അതിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ ആ തർക്ക സ്വഭാവം അവരുടെ നേച്ചറായിട്ടുള്ളതാണ്. എന്ത് പറയുമ്പോഴും അതിനെതിരായിട്ട് പറയുക എന്നുള്ളത്. അപ്പം അതിനെ ഒന്ന് ശമിപ്പിക്കാൻ ഭഗവാന്റെ നാമങ്ങളും കീർത്തനങ്ങളും സഹായിക്കും എന്നാണ് പറഞ്ഞത്. ഇപ്പം നല്ലൊരു കീർത്തനം കേട്ട് അതിൻ്റെ മ്യൂസിക്കിൽ അങ്ങനെ പീസ്ഫുൾ ആയി കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് കുറച്ച് കേൾക്കും എന്നുള്ളത്. പിന്നെ അവർക്ക് നമുക്ക് നൽകാൻ പറ്റുന്ന അവരുടെ ആക്കൂടെ ഉള്ളത് ഈ ധനവും ഇതുമൊക്കെയാണ്. അപ്പം അത് ഭഗവാന് വേണ്ടി അവർ ഉപയോഗിക്കുമ്പോൾ അവരും പ്യൂരിഫൈഡ് ആവും. ഒരേ സമയം തന്നെ അങ്ങനെയുള്ള ആൾക്കാരെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നും അവരെ എങ്ങനെ സഹായിക്കണമെന്നും ഉള്ള രീതിയിൽ പ്രഭുപാദ് അങ്ങനെ രേവതിനന്ദൻ പ്രഭുവിന് പറഞ്ഞതായിട്ട് പ്രഭു അതിനകത്ത് പറയുന്നുണ്ട്.